മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലീന വൈജയന്തിയുടെ മകളാണെന്ന വിവരം ഫോൺ സംഭാഷണങ്ങളിൽ നിന്നറിഞ്ഞ ബാലചന്ദ്രൻ അതിന്റെ സത്യാവസ്ഥ അറിയാൻ ഊട്ടിയിലേക്ക് തിരിക്കുന്നു. വൈജയന്തിയുടെ മൂത്ത സഹോദരൻ ഗംഗാധരനെ കാണുകയാണ് ലക്ഷ്യം. ഊട്ടിയിലെത്തി ഗംഗാധരനെ കണ്ട് ബാലചന്ദ്രൻ അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഞാനുമായുള്ള വിവാഹത്തിനു മുമ്പ് നിങ്ങളുടെ സഹോദരി വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും വൈജയന്തിക്ക് അങ്ങനെയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഗംഗാധരമേനോൻ പറയുന്നുണ്ട്. ഞാനുമായുള്ള വിവാഹത്തിനു മുമ്പ് വൈജയന്തിക്ക് ജനിച്ച മകളാണ് അലീന എന്ന സത്യം ബാലചന്ദ്രനെ ആകെ തളർത്തി. ഗംഗാധരനോടും മറ്റും ദേഷ്യപ്പെട്ട് സ്ഥലം വിട്ട ബാലചന്ദ്രൻ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിൽ ഉടനീളം മദ്യപിക്കുന്നുണ്ട്. വൈജയന്തിയുടെ പൂർവ്വകഥകൾ ബാലചന്ദ്രന്റെ സമനില തെറ്റിച്ചു. കടുത്ത ആത്മസംഘർഷവും അമിത മദ്യപാനവും മൂലം ബാലചന്ദ്രന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു. ബാലചന്ദ്രനെ റൂമിൽ ബോധം കെട്ട് കിടക്കുന്നത് കാണുന്ന അലീന ഉടനെ തന്നെ CPR നൽകിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിനായി വിളിക്കുന്നുണ്ട്. കൂടെ തന്നെ അവൾ ഡോക്ടർ ശർമ്മയെയും വൈജയന്തിയെയും മനുവിനെയുമെല്ലാം ഈ കാര്യം വിളിച്ചറിയിക്കുന്നുണ്ട്. വൈജയന്തി അത് കേട്ട ഉടനെ തന്നെ തൻ്റെ കാറുമെടുത്ത് വീട്ടിലേക്കുള്ള യാത്രയിലാണ്. വരുന്ന വഴിക്ക് കാർ ഓടിച്ചുകൊണ്ട് തന്നെ വൈജ കമലയെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട്. കമലയിടത്തി ബാലചന്ദ്രന് എന്തോ സ്ട്രോക്ക് ഉണ്ടായെന്നോ വീണെന്നോ ബോധമില്ലെന്നോ ഒക്കെ അലീന വിളിച്ചു പറഞ്ഞു. ഞാനേ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, കമലയിടത്തി മനുവിനെ ഒന്ന് വിളിച്ചു പറയണേ. താൻ കട്ട് ചെയ്തേക്കുവാണെന്നും പറഞ്ഞ് വൈജയന്തി ആ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. അപ്പോഴേക്കും അലീന വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഹോസ്പിറ്റലിൽ നിന്നും എത്തിയ ആംബുലൻസിൽ വന്നവർ ബാലചന്ദ്രനെ സ്ട്രെച്ചറിൽ കയറ്റി ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ ശബ്ദം കേട്ട് ടെൻഷനോടെ മോളെ അലീനെ എന്ന് മുത്തശ്ശി അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. ആംബുലൻസിൽ കയറ്റിയ ബാലചന്ദ്രന് ഉടനെ തന്നെ ഓക്സിജൻ സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴേക്കും അതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന അലീന ഒരു മിനിറ്റ് ഞാനും ഉണ്ട്, മുത്തശ്ശിയോടൊന്ന് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷനോടെ അകത്തേക്ക് ഓടുന്നുണ്ട്. അവൾ മുത്തശ്ശിയുടെ ഡോർ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറിക്കൊണ്ട് മുത്തശ്ശി ആംബുലൻസ് വന്നു, സാറിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുക, ഞാനും പോവുക, മുത്തശ്ശി പേടിക്കല്ലേ, മുത്തശ്ശിക്ക് കൂട്ട് ആരെങ്കിലും വരുവേ, അതിലടച്ചേക്കാം, മുത്തശ്ശി വിഷമിക്കല്ലേ, പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ ഡോറും ചാരിക്കൊണ്ട് അലീന അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് മുൻവശത്തെ കതകും അടച്ചുകൊണ്ട് അവൾ ടെൻഷനോടെ ബാലചന്ദ്രന്റെ കൂടെ ആംബുലൻസിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തിച്ച ബാലചന്ദ്രനെ ഉടനെ തന്നെ കാർഡിയക് ICUവിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അലീനയും സങ്കടത്തോടെ അതും നോക്കി നിൽക്കുമ്പോഴേക്കും ഡോക്ടർ ശർമ്മയും അങ്ങോട്ട് വന്ന് ഒന്നും പേടിക്കുന്നതെന്ന് പറഞ്ഞ് ആ ICUവിനകത്തേക്ക് കയറി പോകുന്നുണ്ടേ. പിന്നീട് ആകെ വെപ്രാളത്തോടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത്. കാർഡിയക് ICUവിന് മുന്നിലെത്തുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന അലീനയെ കണ്ട് വൈജയന്തി അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഇവിടെയാണോടീന്ന് ചോദിക്കുന്നുണ്ട്. ആയിരുന്നു, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി എന്ന് അലീന പറയുമ്പോഴേക്കും നീ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ ആരെയും നിൽക്കാൻ സമ്മതിക്കില്ലെന്ന് അലീന പറയുമ്പോഴേക്കും നീ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നാ ചോദിച്ചതെന്ന് വൈജയന്തി വീണ്ടും പറയുന്നുണ്ട്. തിയേറ്ററിൽ നിന്ന് സാറിനെ നേരെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നതെന്ന് അലീന ചോദിക്കുമ്പോഴേക്കും അത് അവരുടെ ജോലിയല്ലേ, നിന്റെ ജോലിയല്ലല്ലോ, നീ വേഗം വീട്ടിൽ പോ, നിന്റെ ജോലി അവിടെയാണെന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അലീനയും ആകെ ടെൻഷനോടെ മാഡം ഞാനാണ് ആംബുലൻസ് വിളിച്ചു വരുത്തിയതും സാറിനെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതും അതും എന്റെ ജോലി ആയിരുന്നില്ലെന്ന് പറയുന്നുണ്ട്. ആംബുലൻസ് വിളിച്ചതൊന്നും വലിയ ത്യാഗമായിട്ടൊന്നും നീ പറയണ്ട, തലയ്ക്ക് വെളിവുള്ള ആരും ചെയ്യുന്ന ജോലി തന്നെയാ അത്. പിന്നെ ബാലചന്ദ്രനെ ചുമന്നുകൊണ്ട് വന്നതൊന്നുമല്ലല്ലോ നീ ഹോസ്പിറ്റലിലോട്ട്, ആംബുലൻസിലല്ലേ കൊണ്ടുവന്നത്, നീ വീട്ടിൽ പോയി നിന്റെ പണി നോക്ക്, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും വേണ്ടുവോളമുണ്ട് എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് അലീനയ്ക്കും ആകെ സങ്കടമാവുന്നുണ്ട്. ആംബുലൻസ് വന്ന ഉടനെ അതിൽ ചാടിക്കയറി പോന്നിരിക്കുന്നു, അമ്മയെ അവിടെ തനിച്ചാക്കിയിട്ട് നിനക്കിവിടെ എന്നെ ചെയ്യാനുണ്ട്, ചുമ്മാ വായും പൊളിച്ച് നോക്കി നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ എന്ന് വൈജയന്തി വീണ്ടും ദേഷ്യത്തോടെ ഒച്ചവെക്കുമ്പോഴേക്കും പാലം കടക്കുവോളം എന്ന പഴഞ്ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതേ അതിനും അപ്പുറത്താണെന്ന് അലീന പറയുന്നുണ്ട്. നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട, നിന്നോട് ഹോസ്പിറ്റലിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കണ്ട എന്ന് വൈജയന്തി വീണ്ടും താക്കീതോടെ പറയുമ്പോഴേക്കും എന്നോട് ഹോസ്പിറ്റലിൽ നിൽക്കണ്ടെന്ന് പറയാൻ മാഡം ആരാ എന്ന് അലീന തിരിച്ചു ചോദിക്കുമ്പോഴേക്കും വൈജയന്തിയും ദേഷ്യത്തോടെ അവിടുന്ന് നടന്നു നീങ്ങുന്നുണ്ട്. അലീനയും ആകെ സങ്കടത്തോടെ അവിടെ തന്നെ നിൽപ്പാണേ. ആ സമയത്താണ് മനു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. മനു ഉടനെ തന്നെ അലീനയെ വിളിച്ച് എവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. താൻ കാർഡിയോളജി ICUവിന് മുന്നിലുണ്ടെന്ന് അലീന പറയുമ്പോഴേക്കും മനുവും അങ്ങോട്ട് എത്തുന്നുണ്ട്. അങ്കിൾ ICUവിലുണ്ടോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററില്ല, നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല മനുവേട്ട, അങ്ങോട്ടുള്ള ഗേറ്റ് അടച്ചിട്ടേക്കുക എന്ന് അലീന പറയുമ്പോഴേക്കും ഡോക്ടർ എന്തു പറഞ്ഞെന്ന് മനുവും ചോദിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല, ഇവിടെ കൊണ്ടുവന്ന ഉടനെ തന്നെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു, ഉടൻ തന്നെ OTയിലേക്ക് മാറ്റിയെന്ന് അലീന പറയുമ്പോഴേക്കും സ്ട്രോക്ക് ആണെന്ന് തീർച്ചയായോ, ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞില്ല എന്ന് മനു ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് അലീന പറയുമ്പോഴേക്കും ഡോക്ടർ ശർമ്മയും അങ്ങോട്ട് എത്തുന്നുണ്ട്. ഡോക്ടർ അങ്കിളിന് എന്തു പറ്റിയതാണെന്ന് മനു ചോദിക്കുമ്പോഴേക്കും കാർഡിയാക് അറസ്റ്റ്, ലീന
CPR കൊടുത്തോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇവിടെ എത്തില്ലായിരുന്നു. അലീന കണ്ടതുകൊണ്ട് എല്ലാം വേഗത്തിൽ നടന്നു. ആംബുലൻസും ഫസ്റ്റ് എയ്ഡും ഡോക്ടേഴ്സും എല്ലാം പെട്ടെന്ന് തന്നെ വന്നു എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ഇപ്പോൾ ക്രിട്ടിക്കലാണോ അങ്കിളിന്റെ അവസ്ഥയെന്ന് മനു ചോദിക്കുന്നുണ്ട്. കാലം സർവൈവ് ചെയ്തു, ഇനിയൊരു സ്ട്രോക്ക് ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. 3 ബ്ലോക്കാണ് സ്കാനിങ്ങിൽ കണ്ടത്. ഞങ്ങൾ ആൻജിയോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, കൂടെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയും വേണ്ടിവരും എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും മനുവും ടെൻഷനോടെ ഇതെന്തു പറ്റി, എങ്ങനെ സംഭവിച്ചെന്ന് മനുവും ടെൻഷനോടെ പറയുന്നുണ്ട്. മേനോൻ ഓവറായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടാതെ ഓവർ എക്സൈറ്റഡുമായിരുന്നു എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും എന്താ കാര്യമെന്ന് വീണ്ടും മനു സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അലീനയാണ് പറഞ്ഞത് മേനോന്റെ നമ്പർ ലൂസ് ആയിരുന്നു എന്ന്. എന്താണ് കാര്യമെന്നറിയില്ല, ആള് 2 ദിവസമായി ടോട്ടലി അപ്കൗണ്ടിങ് ആയിരുന്നു എന്ന് ഡോക്ടർ ശർമ്മ പറയുമ്പോഴേക്കും എന്താ കാര്യമെന്ന് തനിക്കും അറിയില്ലെന്ന് അലീനയും പറയുന്നുണ്ട്. അങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നുമല്ല അങ്കിള്, വല്ലപ്പോഴും ക്ലബിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരു പെഗ് അടിക്കും എന്ന് മനു ബാലചന്ദ്രനെ പറ്റി പറയുമ്പോഴേക്കും ഇതങ്ങനെയല്ല, 2 or 3 days ത്രൂ ഔട്ട് ഡ്രിങ്കിങ് എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തിയിട്ടും കുടിച്ചെന്ന് അലീന പറയുന്നുണ്ട്. ചോദിച്ചില്ലേ അലീന എന്ന് മനു ചോദിക്കുമ്പോഴേക്കും എന്നോടും വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു എന്ന് അലീന പറയുമ്പോഴേക്കും താൻ OPയിലോട്ട് ചെല്ലട്ടെ എന്ന് ഡോക്ടർ ശർമ്മയും പറയുന്നുണ്ട്. ഞാനും വരുന്നു ഡോക്ടറെ, എനിക്ക് ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനുവും ഡോക്ടറുടെ കൂടെ പോകുന്നുണ്ടേ. പിന്നീട് ഡോക്ടർ ശർമ്മയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുവിനെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്ര മേനോന് മറ്റെന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതായിട്ട് അറിയാമോ എന്ന് ഡോക്ടർ ശർമ്മ ചോദിക്കുന്നുണ്ട്. കൊളസ്ട്രോളും BPയും ഷുഗറും എല്ലാം കുറച്ച് ഹൈ ആയിരുന്നു, 2 ഹൈ ഒന്നുമല്ല, ബോർഡർ ലൈൻ കഴിഞ്ഞു എന്ന് മാത്രം എന്ന് മനു പറയുമ്പോഴേക്കും മദ്യപാന ശീലവുമില്ല, അപ്പോൾ വേറെന്തോ പ്രശ്നമുണ്ട്. ആരോടും പറയാതെ 2 ദിവസത്തേക്ക് സ്ഥലം വിട്ടു പോയതിൽ തന്നെ അത് വ്യക്തമാണ്. ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു അല്ലേ എന്ന് ഡോക്ടർ ശർമ്മ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല ഡോക്ടറെ, വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. ബാലചന്ദ്രൻ അങ്കിൾ എൻ്റെയൊക്കെ റോൾ മോഡലാണ്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, പിന്നെ ചില കാര്യങ്ങളിൽ കുറച്ച് ഇമോഷണൽ ആവുമെന്നല്ലാതെ എൻ്റെ ഒരു ഔട്ട്ലുക്ക് വെച്ച് പറഞ്ഞ ഹീ ഈസ് എ കംപ്ലീറ്റ് മാൻ എന്ന് മനു പറയുന്നുണ്ട്. അതിലെവിടെയോ ഒരു വിള്ളൽ വീണിട്ടുണ്ട്, ലെറ്റ് സീ എന്ന് ഡോക്ടർ ശർമ്മ മനുവിനോടായി പറയുമ്പോഴേക്കും പുറത്തുനിന്നും മേ ഐ കം ഇൻ സർ എന്ന് വൈജയന്തിയും വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഡോക്ടർ അകത്തേക്ക് കയറി വരാനായി പറയുമ്പോഴേക്കും വൈജയന്തിയും അങ്ങോട്ട് കയറി വരുന്നുണ്ടേ. ഓ മിസ്സിസ് മേനോൻ വരൂ ഇരിക്കൂ എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും വൈജയന്തിയും ഡോക്ടറുടെ മുന്നിലുള്ള ആ ചെയറിലേക്ക് ഇരിക്കുന്നുണ്ട്. മനുവിനെ കണ്ട് നീ എപ്പോൾ വന്നു എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും കുറച്ചു സമയമായി എന്ന് മനുവും പറയുന്നുണ്ട്. ഡോക്ടർ ബാലചന്ദ്രന്റെ കാര്യം ഞാൻ ബാങ്കിലിരിക്കുമ്പോഴാണ് അറിഞ്ഞത്, അപ്പോൾ തന്നെ വീട്ടിലെത്തി, അപ്പോഴേക്കും ഡോക്ടർ ആംബുലൻസ് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. വൈജയന്തി പരിഭവത്തോടെ പറയുമ്പോഴേക്കും അങ്ങനെയല്ലേ വേണ്ടത്, മിസ്സിസ് മേനോൻ വീട്ടിലെത്തിച്ചേരുന്നതുവരെ പേഷ്യന്റിനെ അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഡോക്ടർ ശർമ്മയും ചോദിക്കുന്നുണ്ട്. അല്ല, അത് നന്നായെന്നാ ഞാൻ പറഞ്ഞത്. വളരെ നന്ദിയുണ്ട് ഡോക്ടർ, കൃത്യസമയത്തു തന്നെ എത്തി ഡോക്ടർ വേണ്ടതെല്ലാം ചെയ്തല്ലോ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും എന്നോടല്ല നന്ദി പറയേണ്ടത്, നിങ്ങളുടെ സെർവന്റിനോടാ. സ്ട്രോക്ക് ഉണ്ടായപ്പോൾ തന്നെ അലീന CPR കൊടുത്തു, അല്ലെങ്കിൽ മേനോൻ സർവൈവ് ചെയ്യില്ലായിരുന്നു. ആംബുലൻസ് വിളിച്ചു വരുത്തിയതും എന്നെ വിളിച്ചു പറഞ്ഞതും അലീനയാണ് എന്ന് ഡോക്ടർ ശർമ്മ അലീനയെ പുകഴ്ത്തി പറയുന്നത് സഹിക്കാനാവാതെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ 1-2 കോൾ ചെയ്യുന്നതാണോ വലിയ കാര്യം എന്ന് വൈജയന്തിയും പിറുപിറുക്കുന്നുണ്ട്. ഡോക്ടർ ബാലചന്ദ്രനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് വൈജയന്തി വീണ്ടും ചോദിക്കുമ്പോഴേക്കും അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്, സർവൈവ് ചെയ്തു, സിവിയർ അറ്റാക്ക് ഒന്നുമല്ലായിരുന്നു, പക്ഷേ ഇനി വളരെ സൂക്ഷിക്കണം എന്ന് ഡോക്ടർ ശർമ്മയും പറയുന്നുണ്ട്. പിന്നീട് ഐസിയുവിന് മുന്നിൽ നിൽക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. ഐസിയുവിനകത്തു നിന്നും ഒരു നഴ്സ് പുറത്തേക്ക് വന്ന് ബാലചന്ദ്ര മേനോന്റെ ബൈസ്റ്റാൻഡർ അല്ലേ എന്ന് നഴ്സ് ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് അലീനയും പറയുന്നുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോവാ, സമ്മതപത്രം ഒന്ന് ഒപ്പിട്ട് തരണം. കുട്ടി അവരുടെ റിലേറ്റീവ് ആണോ എന്ന് നഴ്സ് ചോദിക്കുന്നത് കേട്ട് അല്ല, സെർവന്റ് ആണെന്ന് അലീനയും പറയുന്നുണ്ട്. ഒപ്പിട്ട് തരാൻ ഉത്തരവാദിത്തപ്പെട്ടവര് ഡോക്ടർ ശർമ്മയുടെ കൺസൾട്ടിംഗ് റൂമിലുണ്ട് എന്ന് അലീന പറയുമ്പോഴേക്കും ആ നഴ്സ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ റൂമിലേക്കായി പോകുന്നുണ്ടേ. പിന്നീട് ഡോക്ടർ ശർമ്മയുടെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന വൈജയന്തിയും മനുവിനെയും നഴ്സിനെയുമാണ് കാണിക്കുന്നത്. ഇനി വേറെ കടലാസിൽ വല്ലതും ഒപ്പിട്ട് തരണോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ഇല്ല, ഇത്രയും മതി എന്നും പറഞ്ഞുകൊണ്ട് നഴ്സ് അവിടെ നിന്ന് പോകുന്നുണ്ടേ. ഐസിയുവിന് മുന്നിൽ നിൽക്കുന്ന അലീനയോടായി ഒപ്പിട്ട് കിട്ടിയിട്ടോ എന്നും പറഞ്ഞ് നഴ്സ് അകത്തേക്ക് കയറി പോകുന്നുണ്ടേ. പിന്നീട് അലീന വൈജയന്തിയുടെയും മനുവിന്റെയും അടുത്തേക്ക് നടന്നു വരുന്നതാണ് കാണിക്കുന്നത്. അവളെ കണ്ട് ദേഷ്യത്തോടെ വൈജയന്തി മനുവിനോടായി മനു ഇവളെ വീട്ടിൽ പറഞ്ഞയക്കും, ഇവളെന്തിനാ ഇവിടെ, ഐസുവിനെ കണ്ണു തട്ടാതിരിക്കാനോ, ഞാൻ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അതുകൊണ്ടാ നിന്നോട് പറഞ്ഞത് എന്ന് വൈജയന്തി ചോദിക്കുന്നത് കേട്ട് സഹിക്കാനാവാതെ ആന്റിയുടെ തലയിലാണോ അവൾ നിൽക്കുന്നതെന്ന് മനുവും ചോദിക്കുന്നുണ്ട്. എന്താ ഇത്ര ശ്വാസം മുട്ടല്, അലീന കുറച്ചുനേരം ഇവിടെ നിന്നാല് എന്ന് മനു ചോദിക്കുമ്പോഴേക്കും അതിന്റെ ആവശ്യം എന്താണെന്നാ ഞാനും ചോദിക്കുന്നത്, ഇപ്പൊ ഞാനുണ്ട് നീയുണ്ട് പിന്നെന്തിനാ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ആവശ്യം കഴിഞ്ഞല്ലോ അല്ലേ, അങ്കിള് സ്ട്രോക്ക് വന്ന് വീണപ്പോ
CPR കൊടുത്ത് ജീവൻ നിലനിർത്താൻ അലീന വേണമായിരുന്നല്ലോ. ആംബുലൻസ് വിളിക്കാനും ഡോക്ടറെ വിളിച്ച് എമർജൻസി അറിയിക്കാനും ഇവള് വേണമായിരുന്നു. ആന്റിയെയും എന്നെയും വിളിച്ച് അറിയിച്ചത് അലീനയല്ലേന്ന് മനു ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞല്ലോ, ഇനി എന്തിനാണെന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ഇത്തിരി ഉളുപ്പ് വേണ്ടേ ആന്റി, അല്പം നന്ദി. ആന്റിയുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ച പെണ്ണല്ലേ ഇത്. ആന്റിയുടെ സംസാരവും ബോഡി ലാംഗ്വേജും പെരുമാറ്റവും കണ്ടിട്ട് ബാലചന്ദ്രൻ അങ്കിള് തട്ടിപ്പോണെന്ന ആന്റി ആഗ്രഹിച്ചതെന്ന എനിക്ക് തോന്നുന്നത് എന്ന് മനു പറയുമ്പോഴേക്കും അത് എന്നാ ദുഷ്ടവർത്താനാ നീ പറയുന്നത് എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. എങ്ങനെ പറയാതിരിക്കും, അങ്കിളിന്റെ ജീവൻ രക്ഷിച്ച അലീനയോട് കടുത്ത വൈരാഗ്യം എന്ന് മനു പറയുമ്പോഴേക്കും വീട്ടിൽ പിള്ളേരുടെ കാര്യം നോക്കാൻ ആരുമില്ല, അമ്മയെ നോക്കണ്ടേ, മരുന്ന് കൊടുക്കണ്ടേ എന്നൊക്കെ വൈജയന്തി ഓർമ്മിപ്പിക്കുമ്പോഴേക്കും സമ്മതിച്ചു, എല്ലാം മനസ്സിലായ ആന്റി എന്ന് വൈജയന്തിയോടായി പറഞ്ഞ് അലീന ഇനി ഇവിടെ നിൽക്കണ്ട, വീട്ടിൽ പോവാൻ നോക്കെന്ന് മനു പറയുന്നുണ്ട്. ഒരു ഓട്ടോ വിളിച്ചു പൊക്കോ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും വേണ്ട അലീന വാ, ഞാൻ കാറിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് മനു നടന്നു തുടങ്ങുമ്പോഴേക്കും മനു നീ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്, അവൾ ഓട്ടോയ്ക്ക് പോയിക്കോട്ടെ എന്ന് വൈജയന്തി പറയുന്നുണ്ട്. എനിക്കത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആന്റി, ഞാൻ കൊണ്ടുവിട്ടോളാം എന്ന് പറഞ്ഞ് മനു അലീനെ വിളിക്കുമ്പോഴേക്കും അല്ല സാറിന്റെ കാര്യമൊന്നും അറിയാതെ എന്ന് അലീന ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും എല്ലാം ഞാൻ പറയാം വാ എന്ന് പറഞ്ഞ് മനു അലീനയുടെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും അത് കണ്ട് ദേഷ്യത്തോടെ വൈജയന്തിയും അലീനയെ തന്നെ നോക്കി നിൽപ്പുണ്ട്. അലീനയും ആകെ ോടെ ഞാൻ പോയേക്കുവാ എന്ന് പറയുമ്പോഴേക്കും ചെല്ലെന്ന് വൈജയന്തിയും പറയുന്നുണ്ട്. അലീനയുടെ കയ്യിൽ പിടിച്ചോണ്ട് മനു നടന്നു തുടങ്ങുമ്പോഴേക്കും ഞാൻ മനഃപൂർവ്വം പിടിച്ചത് തന്നെയാ, ആന്റി കാണട്ടെ ഇങ്ങനെയുണ്ടോ കുശുമ്പ അസൂയയും എന്ന് മനു പറയുമ്പോഴേക്കും മനുവേട്ടൻ ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറഞ്ഞെന്ന് അലീന ചോദിക്കുന്നുണ്ട്. അങ്കിള് കഷ്ടിച്ച് രക്ഷപ്പെട്ടു, ഇനി വേറെ സ്ട്രോക്ക് ഉണ്ടാവാതെ നോക്കിയാ മതി, പക്ഷേ ഈ ആന്റിയുടെ കൂടെ ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനു അലീനയെ വിളിച്ചോണ്ട് പോകുന്നുണ്ടേ. വൈജയന്തിയും അവർ പോകുന്നത് നോക്കിക്കൊണ്ട് ഒരേ നിൽപ്പാ. പിന്നീട് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന അലീനയെയും മനുവിനെയുമാണ് കാണിക്കുന്നത്. ആലോചനയോടെ മുൻസീറ്റിൽ തന്നെ ഇരിക്കുന്ന അലീനയോടായി അലീന എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നതെന്ന് മനു ചോദിക്കുന്നുണ്ട്. എനിക്ക് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, ഇന്നലെ ആ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നവളാ ഞാൻ എന്ന് അലീന പറയുമ്പോഴേക്കും എന്നോട് പറഞ്ഞിരുന്നല്ലോ എന്ന് മനുവും പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും ഞാൻ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും കുറച്ച് ദിവസം കൂടി കടപ്പാട്ടൂര് അലീന തിന്നേ മതിയാവത്തുള്ളൂ, അങ്കിളിനെ നോക്കാൻ വേണ്ടി ആന്റി ഹോസ്പിറ്റലിലാണല്ലോ, വീട് നാഥനില്ല കളരി എന്ന് പറയുന്ന പോലെ ആയി പോവും, ഇനി അലീന വേണം കുറച്ചു ദിവസത്തേക്ക് ആ വീട് നോക്കാൻ എന്ന് മനു ഓർമ്മിപ്പിക്കുമ്പോഴേക്കും മുത്തശ്ശിയെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ രോഹിത്തിനും ബബിതയ്ക്കും കൃഷ്ണയ്ക്കും 1-2 ആഴ്ച മനുവേട്ടന്റെ വീട്ടിൽ നിന്ന് കോളേജിൽ പോയി വരാലോ എന്ന് അലീന പറയുന്നുണ്ട്. അതുകൊണ്ടെന്താ മെച്ചമെന്ന് മനു ചോദിക്കുമ്പോഴേക്കും എനിക്ക് പോകായിരുന്നു അലീന പറയുമ്പോഴേക്കും ഈ അവസ്ഥയിൽ അലീന പോകുന്നത് ഒട്ടും ശരിയല്ല എന്ന് മനുവും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നെ വേണ്ടല്ലോ മനുവേട്ട, ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് പെരുമാറിയ രീതി കണ്ടോ, ഒരു നല്ല വാക്ക് പറയണ്ട, ദേഷ്യപ്പെടാതിരുന്നൂടെ, ഞാൻ സാറിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, സാറ് മരിച്ചു പോണോന്നായിരുന്നോ മാഡത്തിന്റെ ആഗ്രഹം, എനിക്ക് സംശയം തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാ, സോറി മനുവേട്ടന്റെ അപ്പച്ചിയല്ലേ, ഞാൻ ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല അലീന പറയുമ്പോഴേക്കും സത്യം പറഞ്ഞാലേ എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നി ആന്റിയുടെ പെരുമാറ്റം കണ്ടിട്ട് എന്ന് മനുവും പറയുന്നുണ്ട്. മാഡത്തിന് സാറിനോട് സ്നേഹമൊന്നുമില്ല കേട്ടോ, ഒട്ടുമില്ല, അതെനിക്ക് തീർച്ചയായി അലീന പറയുമ്പോഴേക്കും അത് പണ്ടേ ഇല്ല, ആന്റിയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, ചെസ് ബോർഡിലെ ക്യൂനാണ് ആന്റി, തലങ്ങും വിലങ്ങും വെട്ടാം, ആരെയും വെട്ടാം, അങ്കിൾ ഒരു പാവം രാജാവ്, ഒരു കളം മാത്രമേ നീങ്ങാൻ പറ്റൂ എന്ന് മനു പറയുന്നത് കേട്ട് ചെസ് ബോർഡിലെ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ക്യൂൻ, ഇവിടെ അങ്ങനല്ല, രാജാവിനെ ശിക്ഷിക്കാൻ വേണ്ടിയാ എന്ന് അലീനയും പറയുന്നുണ്ട്. എന്നാലും എന്താ അങ്കിളിന് സംഭവിച്ചത്, അലീനയാണ് ഒരേ ഒരു ദൃക്സാക്ഷി എന്ന് മനു ചോദിക്കുമ്പോഴേക്കും 2 ദിവസം മുമ്പ് സാറ് വീട്ടിൽ നിന്ന് ആരോടും പറയാതെ പോയപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ എന്തോ പ്രശ്നമുണ്ടെന്ന് എന്ന് അലീന പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.